മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് നമ്മുടെ ഓണസദ്യയിലെ അവസാനത്തെ വിഭവമാണ്. അവസാനത്തെ വിഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ അവസാനത്തെ വിഭവം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള വിഭവമാണ്. ഇന്നും നമ്മുടെ ഇഞ്ചി തൈരാണ്. ഇഞ്ചി തൈര് കഴിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഇഞ്ചി തൈരിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. ഇഞ്ചി ഉപയോഗിച്ച് നമുക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ എന്താ പറയുക അത്രയും ടേസ്റ്റി ആയിട്ടുള്ള വിഭവം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ പ്രാവശ്യം സദ്യയിൽ ഇഞ്ചിത്തൈരും കൂടി ഉൾപ്പെടുത്തും കേട്ടോ. നിങ്ങൾ ഇഞ്ചിത്തൈര് ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിനും വളരെ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇഞ്ചിത്തൈര് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഇഞ്ചിത്തൈര് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാൽ മാത്രം പോരാ, എല്ലാവരും ഉണ്ടാക്കുകയും വേണം. അതുപോലെ തന്നെ ഇഞ്ചിത്തൈരാണെങ്കിലും തയ്യാറാക്കുമ്പോൾ നമ്മുടെ സദ്യയുടെ അവസാനം നമ്മൾ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞ് പപ്പടം കാച്ചുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മിക്സ് ചെയ്യാം. അതിന് മുന്നേ മിക്സ് ചെയ്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചിത്തൈര് തയ്യാറാക്കിയാലോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനപ്പോൾ ഒരു 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ ഒരു 3 പീസ് ഇഞ്ചി, ഇതിലേക്കായിട്ട് 4 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ട് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. കട്ട തൈര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും വെള്ളമില്ലാത്ത തൈരല്ല, കുറച്ച് വെള്ളമുള്ള പാക്കറ്റിൽ വാങ്ങിക്കുന്ന തൈര്. നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അത് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. പക്ഷേ ഇഞ്ചി തൈര് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന തൈരായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് എടുത്തിട്ട് അതിലേക്ക് 1-2 ടീസ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഇതാകുമ്പോൾ ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി നമ്മൾ പുളിയിഞ്ചിക്ക് കൊത്തിയരിയുന്ന പോലെ ആ രീതിയിലല്ല ഇതിന് കട്ട് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി കനം കുറച്ച് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. നമുക്ക് ഇഞ്ചി എന്നാൽ കടിക്കാൻ കിട്ടുകയും വേണം. ആ രീതിയിൽ വേണം ഇഞ്ചി കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തു. ഇനി നമുക്കിത് വീണ്ടും നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇഞ്ചി കുറുകെ കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട്, ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൽ അരപ്പ് വറവിടൽ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇഞ്ചി തൈരിൽ വറവിടുന്ന രീതിയുണ്ട്, വറവിടാത്ത രീതിയുണ്ട്, ഇഞ്ചി വറുത്തിട്ട് ഇഞ്ചി തൈര് ഉണ്ടാക്കുന്ന രീതിയുണ്ട്, പല രീതിയുണ്ട്. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഇഞ്ചി തൈരാണ് ചെയ്യുന്നത്. മറ്റുള്ള രീതികളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ സദ്യക്ക് തൊട്ട് മുന്നേ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിൽ പച്ചമുളക് കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പച്ചമുളകാണെങ്കിലും വലുതായിട്ട് കട്ട് ചെയ്യരുത്. പച്ചമുളകും വളരെ പൊടിയായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഞാനൊക്കെ ഉപ്പുമാവിനൊക്കെ ഇതുപോലെയാണ് ഇഞ്ചി കട്ട് ചെയ്യുക. അത് കണ്ടോ, ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ മുഴുവൻ ഇഞ്ചിയും കട്ട് ചെയ്തൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം പച്ചമുളക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഞാനിപ്പോൾ പച്ചമുളകും കൂടി കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. 2 പ്രാവശ്യം കട്ട് ചെയ്ത് കാണിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ഒരു കൂട്ടത്തിൽ തന്നെ പച്ചമുളകും കൂടി കട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഞാൻ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. പച്ചമുളക് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട്. അതിനുശേഷം നമ്മൾ അതിനെ ചെറുതാക്കി എടുക്കണം. ഈ ഒരു കട്ടിങ്ങൊക്കെ നമുക്ക് തലേ ദിവസം ചെയ്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇഞ്ചി തൈരിൻ്റെ പ്രിപ്പറേഷനുള്ള കട്ടിങ്ങൊക്കെ നമുക്ക് തലേ ദിവസം ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തില്ലേ, ഇതൊന്ന് ഇതുപോലെ ചെറുതാക്കി എടുക്കുക. ഇഞ്ചി തൈരിൽ പച്ചമുളക് കടിക്കാൻ കിട്ടരുത്, അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെറുതാക്കി എടുക്കുക എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലെ പച്ചമുളകും കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒരുമിച്ച് തന്നെ മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി ചേർക്കുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പിലയും നമ്മൾ ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു തണ്ട് കറിവേപ്പില എടുത്തതിൻ്റെ കാര്യം അതാണ്. കറിവേപ്പിലയും നമ്മൾ എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഈ കട്ടിങ് മാത്രമാണ് ഇഞ്ചിത്തൈരിൽ കുറച്ച് സമയമെടുക്കുന്ന കാര്യം. ബാക്കി പച്ചമുളകും കറിവേപ്പിലയും കട്ട് ചെയ്യാൻ സമയം എടുക്കില്ല. ഇഞ്ചി മാത്രം കട്ട് ചെയ്യാനേ സമയം എടുക്കുള്ളൂ. നമ്മുടെ കറിവേപ്പിലയും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ, പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ബാക്കിയുള്ളത്. അതിനുശേഷം നമുക്ക് ബൗളിൽ ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. മിക്സ് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് ബാക്കി പറയാം കേട്ടോ.
ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഞ്ചി ചൂടാക്കി എണ്ണയിൽ വറുത്തെടുത്തിട്ട് വേണമെങ്കിലും ഇഞ്ചി തൈര് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിക്ക് ഒരു എരിവുണ്ടാവും, ഒരു കുത്തലുണ്ടാവും. അതൊന്ന് മാറിക്കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. അതുപോലെ തന്നെ നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഈ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര മതി. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഇഞ്ചിക്കും അതുപോലെ തന്നെ പച്ചമുളകിനും എല്ലാ തൈരിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. അപ്പോഴാണ് നമ്മൾ തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇഞ്ചി തൈര് ഉണ്ടാക്കുമ്പോൾ വറവിടാറുണ്ടോ, അല്ലെങ്കിൽ ഇഞ്ചി വറുത്തിട്ടാണോ ഇഞ്ചി തൈര് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയാണോ ഇഞ്ചി തൈര് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് കുറച്ചായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് മുഴുവനും ആദ്യമേ ചേർക്കരുത്, കുറച്ച് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൺസിസ്റ്റൻസി നോക്കുക. അതിനുശേഷം മാത്രം വീണ്ടും തൈര് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ തൈര് കുറവാണ്, ഞാനൊരു 1/4 കപ്പോളം തൈര് ചേർത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് മുഴുവനും കൂടി ചേർക്കാൻ പോവാണ്. 1/2 കപ്പ് തൈര് ആവശ്യമാണ് ഞാൻ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വറവിടണമെങ്കിൽ വറവിടാം കേട്ടോ. ഞാനിപ്പോൾ വറവിടുന്നില്ല എന്നേ ഉള്ളൂ. എരിവൊക്കെ ഉണ്ടാവും നന്നായിട്ട്, അത്യാവശ്യം നല്ല എരിവുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കൂ. 101 കറികൾക്ക് തുല്യമാണ് നമ്മുടെ ഈ ഒരു ഇഞ്ചി തൈര് എന്ന് പറഞ്ഞ റെസിപ്പി. അപ്പോൾ എന്തായാലും ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഓണസദ്യയിൽ. നിങ്ങളെല്ലാവരും ഈ ഒരു ഓണസദ്യയിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നിയോ ഇല്ലയോ എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോരുത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പും എരിവും എല്ലാം കറക്റ്റാണോ എന്നുള്ളത്. എരിവ് കൂടുതലാണെങ്കിലും വീണ്ടും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യാനൊന്നുമില്ല, വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തൈര് ചേർക്കാം. ഞാനിപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ഇത്തിരി കൂടി തൈര് ചേർക്കണം എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് തൈരും കൂടി ചേർത്താലാണ് ഇതിന് കുറച്ചുകൂടി ഒരു ഭംഗി വരിക. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിന് ശേഷം നമുക്ക് തൈര് ചേർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും കൂടിയാണ് ഞാൻ തൈര് ചേർക്കുന്നത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒന്ന് ഫോർക്ക് ഉപയോഗിച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കാതിരിക്കാൻ കേട്ടോ നല്ലത്. ഭയങ്കര പുളിയുള്ള തൈരാണെങ്കിൽ നമ്മുടെ ഇഞ്ചി തൈരിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറിപ്പോവും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഇഞ്ചി തൈരിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇഞ്ചി തൈരിൻ്റെ പരിപാടി. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമ്മുടെ ഓണം റെസിപ്പീസിൻ്റെ ലാസ്റ്റ് റെസിപ്പിയാണിത് ഈ വർഷത്തെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇത്രയും ദിവസം ചെയ്ത റെസിപ്പികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഈ 9 ദിവസത്തെ വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അത്തം മുതലുള്ള വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ദിവസത്തെ വീഡിയോകളെല്ലാം ഇഷ്ടമായോ എന്ന് അതും കമൻറ്റ് ചെയ്യണേ. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ദിവസം, നമ്മുടെ നാളത്തെ തിരുവോണ ദിവസത്തെ വീഡിയോയുമായിട്ട് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.